ഹായ് ഓൾ, എന്റെ പേര് അർഷദ് അമൽ. ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് BSEP ബാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. എന്താണ് ഈ ഒരു തിയറിയുടെ ആവശ്യം? നമുക്ക് ഒരു മോളിക്യൂൾ തരാം, സപ്പോസ് BH3, NH3, PCl5. ഇങ്ങനെ ഏതെങ്കിലും ഒരു മോളിക്യൂൾ തന്നിട്ട് നിങ്ങളോട് അതിന്റെ ബോണ്ട് പെയറുകളുടെ എണ്ണമോ ലോൺ പെയറുകളുടെ എണ്ണമോ അതല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ, ജോമെട്രി, ഷേപ്പ് ഇത് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ റൂള് യൂസ് ചെയ്യും. ഈ റൂള് കൊണ്ടുവന്നത് സിവിക് ആൻഡ് കോവലർ. അപ്പോ ഈ ഒരു തിയറി ഇതൊരു അഡ്വാൻസ്ഡ് തിയറി ഫ്രം ദ BBT, വാലൻസ് ബോണ്ട് തിയറിയുടെ അഡ്വാൻസ് വേർഷൻ ആണ് ഇത്. അപ്പോ ഈ ഒരു തിയറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജോമെട്രി, ഷേപ്പ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം, BSEP കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് ഇതിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പൊ ആദ്യം എന്താണ് സെൻട്രൽ ആറ്റം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ +2 10 മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു NH3 ഒരു മോളിക്യൂൾ എടുക്കുക വെച്ചാൽ N ആണ് ഇതിലെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. അപ്പോ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഉള്ള ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ്. ഈ വാലൻസ് എന്താണ്, ഇലക്ട്രോൺ പെയർ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ ഇത് പോസ്റ്റിലേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള വാലൻസ് ഷെല്ലുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്, അതിന്റെ ഷേപ്പ്. അതായത് ഒരു മോളിക്യൂൾ എടുക്കുക, NH3 എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റും വാലൻസ് ഷെല്ലുകൾ ഉണ്ടാവും. ഒബ്വിയസ്ലി വാലൻസ് ഷെല്ലുകൾ ഉണ്ടാവും. ഈ വാലൻസ് ഷെല്ലുകളുടെ ഇലക്ട്രോൺ പെയറുകൾ എത്ര ഉണ്ടാവും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഷേപ്പ്. അപ്പൊ ഷേപ്പ് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ടെട്രാഹൈഡ്രലുണ്ട്, TBP ഉണ്ട്, ട്രൈഹൈഡ്രൽ പൈപ്പിൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതിന് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ അറൌണ്ട് സെൻട്രൽ ആറ്റം, അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് ഇലക്ട്രോൺ പെയർ ഇൻ ദ ബാലൻസ് റിപ്പിൾ വൺ അനദർ സിൻസ് ദെയർ ഇലക്ട്രോൺ കോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോ വാലൻസ് ഷെല്ലുകൾ റിപ്പൽ ചെയ്യും. ആര്? ഇലക്ട്രോൺ ക്ലൗഡ്സുകൾ. അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയ ഇലക്ട്രോൺ ക്ലൗഡ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെ വാലൻസ് ഷെല്ലുകൾ റിപ്പൽ ചെയ്യും. ഇനി ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതാണ് നമ്മൾ ഇതിൽ ശരിക്കും അപ്ലൈ ചെയ്യേണ്ട ഒരു പോയിന്റ്. അതായത് ദ പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്യുപൈ സച്ച് പൊസിഷൻ. അതായത് ഈ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ഒരു പ്രത്യേക പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തിട്ട് അത് ഒരു സ്പേസ് മിനിമൈസ് ചെയ്യും, റിപ്പൾഷൻ മിനിമൈസ് ചെയ്യും. എങ്ങനെ? മാക്സിമൈസ് ദ ഡിസ്റ്റൻസ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്, അതായത് ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ ബോണ്ട് പെയറുകളും ലോൺ പെയറുകളും ഉണ്ടാവും. അപ്പൊ ഈ ലോൺ പെയറുകൾ വളരെയധികം ശക്തിവാന്മാര, അവർ അത്രയും ശക്തിയുള്ളവരാണ്. അവരൊരിക്കലും കണ്ട അത്ര നല്ലവരല്ല. അവരെപ്പോഴും കൂടെ റിപ്പൽ ചെയ്യും, അത്ര ഡിസ്റ്റൻസിൽ അവർ നിൽക്കും. അതായത് ലോൺ പെയർ റിപ്പൾഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ഡിസ്റ്റൻസിൽ പോയിട്ട് നിൽക്കും. ഇനി കമ്പയറിംഗ് ടു ബോണ്ട് പെയർ ലോൺ പെയർ, ഈ ബോണ്ട് പെയറിനെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബോണ്ട് പെയറും ലോൺ പെയറും അവരത്ര പ്രശ്നക്കാരല്ല. അവരെന്ത് ചെയ്യും? അവരത്ര അടുത്ത് വന്നാലും കുഴപ്പമില്ല, ഇവരത്ര പ്രശ്നക്കാരല്ല. ബോണ്ട് പെയർ ലോൺ പെയർ റിപ്പൾഷൻ കുറവാണെങ്കിലും അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസും കുറവായിരിക്കും. ഇനി ബോണ്ട് പെയർ ഇതിനേക്കാളും കുറവായിരിക്കും എന്ത്? ബോണ്ട് പെയർ പ്രശ്നക്കാരല്ല, അവരെന്തെങ്കിലും അത്ര ഡിസ്റ്റൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഇതാണ് ഈ പോസ്റ്റുലേറ്റ്സിൽ പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പൊ BSEP പോസ്റ്റിലേക്ക് വരുമ്പോ പ്രത്യേകിച്ച് പറയേണ്ട 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇതൊക്കെയാണ്. ഈ BSEP വന്നത് BBT വാലൻസ് ബോണ്ട് തിയറിക്ക് ശേഷമാണ്. സോ ഇനി നമുക്ക് ബോണ്ട് പെയർസ് എന്താണ്, ലോൺ പെയർസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സപ്പോസ് ഞാൻ നിങ്ങൾക്കൊരു മോളിക്യൂൾ തരികയാണ് BF3. സോ ഇതിന് ബോറോണാണ് സെൻട്രൽ ആറ്റം എല്ലാവർക്കും അറിയാം അല്ലെ? അതേപോലെ നമുക്ക് അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ 5 ആണ്. ഇനി നമുക്ക് ഇലക്ട്രോണിക് വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് വരാൻ പറ്റും 2, 3 അല്ലെ? സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ് B1, 2, 3 അല്ലെ? ഈ 3 ഇലക്ട്രോണുമായിട്ട് ആര് കമ്പയർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആര് കണക്ട് ചെയ്തിരിക്കുന്നു? ഫ്ലൂറിൻ കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇത്തരത്തില് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കും. ഇതിനെയാണ് ബോണ്ട് പെയർസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബോണ്ട് പെയർസ് എന്താണെന്ന് മനസ്സിലാക്കി കാണും. ഇനി നമുക്ക് ലോൺ പെയർസിന് ഞാനൊരു കേസ് എടുക്കുന്നത് NH3യുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? സോറി, Nന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 7 അല്ലെ? ഇനി അപ്പൊ അതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്തുന്നു 2, 5 അല്ലെ?
ആദ്യം അപ്പോ നമ്മൾ ഇതേപോലെ റെപ്രസെന്റ് ചെയ്യാണ് N 1 2 3 4 5. ഓക്കെ, 3 ഹൈഡ്രജൻ കണക്ട് ചെയ്തിരിക്കുന്നു, കമ്പൈൻ ചെയ്തിരിക്കുന്നു, ഷെയർ ചെയ്ത് ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു, അഥവാ ബോണ്ട് പെയേഴ്സ് ഫോം ചെയ്തിരിക്കുന്നു അല്ലെ. പക്ഷെ രണ്ടുപേര് അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്, ലോണി. സോ ഇവരെയാണ് നമ്മൾ ലോൺ പേഴ്സ്, അതായത് ബോണ്ട് ഫോം ചെയ്ത് അവർ ഒറ്റപ്പെട്ട് ഇരിക്കുക. ഇതിനാണ് ലോൺ പേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ബോണ്ട് പേഴ്സിന്റെ എണ്ണവും ലോൺ പേഴ്സിന്റെ എണ്ണവും കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇലക്ട്രോൺ പേഴ്സുകളുടെ എണ്ണം. സിമ്പിൾ. ഇനി നമുക്ക് ജിയോമെട്രി എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ബൈ യൂസിംഗ് BSEPR. സപ്പോസ് നിങ്ങൾക്ക് AB2 ടൈപ്പുള്ള ഒരു മോളിക്യൂൾ തരാണ്, അതായത് BeCl2. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ തരാണ് AB2 ടൈപ്പ്. സോ നമുക്ക് ഇതിന് എത്ര ഇലക്ട്രോൺ പേഴ്സ് ഉണ്ട്? ഓഫ് കോഴ്സ് 2 ഇലക്ട്രോൺ പേഴ്സേ ഉള്ളൂ, 2 ബോണ്ട് പേഴ്സ് ഉള്ളൂ ഇല്ലേ, 2 ബോണ്ട് പേഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് ജിയോമെട്രി കണ്ടെത്താം. ഓഫ് കോഴ്സ് 2 പേരുള്ളതുകൊണ്ട് അതൊരു ലീനിയർ ഷേപ്പിലാണ് നിൽക്കുള്ളൂ അല്ലെ. അതായത് രണ്ടിപ്പോ AB2 ആണെങ്കിൽ A എവിടെ നിൽക്കും, സെൻട്രൽ ആറ്റം ആണ് A, B രണ്ടുപേരും ലീനിയർ ഷേപ്പിൽ ആണ്. ഓക്കെ, AB3യിലേക്ക് കിടക്കാം. AB3 എന്ന് പറയുമ്പോൾ നമുക്ക് BF3, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് BF3 അല്ലെ. അതുപോലത്തെ അത് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പൊ അതിന് 3 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് പറയാം. അത് നേരത്തെ പറഞ്ഞു, ബോണ്ട് പെയർസിന്റെ എണ്ണവും ലോൺ പെയർസിന്റെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്നതാണ് ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം. ഓക്കെ, സോ ഹിയർ the electron pairs will be 3 and suppose the bond pairs are 3, so the geometry will be trigonal planar. Okay, ഞാനാണ് ഈ ഒരു 3D ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. കൃത്യമായി ഒന്നോളൊന്നുമില്ല, എല്ലാവരും ഫോർ റെഫറൻസ്. ഏകദേശം ഇങ്ങനെയായിരിക്കും. അതായത് ഇവരെല്ലാം 3 പേരും ഒരു പ്ലെയിനിലാണ്. ഓക്കെ, സോ അതാണ് AB3 കേസിൽ വരുന്നത്. ഇനി AB4 എടുക്കാം. So, electron pairs will be 4, bond pairs will be 4, shape, geometry will be tetrahedral. നമ്മൾ ഈ സ്റ്റുഡിയോകളിലൊക്കെ പോയ ഒരു ലൈറ്റ് വെക്കുന്ന സെറ്റ് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ലൈറ്റ് ഒരു ലൈറ്റ് വെക്കാൻ ഒരു റോഡ് അങ്ങനെ പോയിട്ടുണ്ടാവും, 3 കാലുകൾ പോയിട്ടുണ്ടാവും. ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ IS ഏകദേശം ഇതുപോലെ വരും, 3 കാല് മേലോട്ടിലാണ്. So this is a tetrahedral shape, tetrahedral geometry. Sorry. So അത് പറഞ്ഞ AB4 കേസിൽ tetrahedral. Okay. ഈ AB5 എടുക്കാം. അപ്പോ 5 ഇലക്ട്രോണിക് പെയർസ്, ബോണ്ട് പെയർസ് will be 5. അപ്പോ എന്തായിരിക്കും ജോമെട്രി വരിക? ജോമെട്രി will be trigonal bipyramidal. Okay. ഇത് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 2 ആക്സിയൽ ബോണ്ടും 3 ഇക്വറ്റോറിയൽ ബോണ്ടും. ഈ ഒരു ഷേപ്പ്, ഈ ഒരു ജോമെട്രി പറയുന്ന പേരാണ് ട്രയാഗണൽ ബൈപിരമിഡ്. സോ ഓക്കെ, ഇതാണ് ജോമെട്രി എന്നുള്ള ഒരു കോൺസെപ്റ്റില് BSEPR വെച്ചിട്ട് ജോമെട്രി എങ്ങനെ കാണാം. ഇൻ ദ കേസ് ഓഫ് ബോണ്ട് കേസ് മാത്രമുള്ളൂ, ലോൺ കേസ് ഇല്ല എങ്കിൽ ജോമെട്രി കാണാം. എന്താണ് ഇവയോ ജോമെട്രിയും ഷേപ്പ് തമ്മിലൊരു വ്യത്യാസം? ഞാൻ ലോൺ പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ, അതായത് ലോൺ പേഴ്സ് ഉള്ള ഒരു കേസാണ് വിചാരിക്കും. അപ്പൊ ലോൺ പേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാവും, അതിനാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ലോൺ പേഴ്സ് ഇല്ല, ഇവിടെ ബോണ്ട് പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ അതിന് ജോമെട്രി എന്നും, ഇനി ലോൺ പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് AB3 ഉണ്ടെങ്കിൽ ഇവിടെ 2 ബോണ്ട് പേർ 1 ലോൺ പേർ വരാം. ഇവിടെ AB4 കേസിലാണെങ്കിൽ 3 ബോണ്ട് പേരും 1 ലോൺ പേർ വരാം. സോ ഇത്തരത്തിൽ ലോൺ പേഴ്സിന് വരുമ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണോ അതിനെയാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബോണ്ട് പേഴ്സിന് മാത്രമാണ് ഉള്ളത്, ലോൺ പേഴ്സ് ഇല്ല. സോ അതിന്റെ ജോമെട്രി എന്നും പറയും, ആ റെപ്രസെന്റേഷൻ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കണം ജോമെട്രി എന്താണ്, ഷേപ്പ് എന്താണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഷേപ്പും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ലോൺ പേഴ്സ് വരുമ്പോ എങ്ങനെയാണ് ഷേപ്പ് ഓരോന്നിനും വേരി ചെയ്യുന്നത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. സോ AB2 എങ്ങനെ വന്നാലും ലോൺ പേഴ്സ് വരാനുള്ള ചാൻസസ് ഇല്ല. 2 ഇലക്ട്രോൺ പേഴ്സ്, 2 ബോണ്ട് പേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിയോമെട്രി വിൽ ബി ലീനിയർ ഇൻ ഷേപ്പ്. സെൻട്രൽ ആറ്റം ഇവിടെ വരും, 2 B ഇവിടെ വരും അല്ലെ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് AB3യിലേക്ക് കടക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഇലക്ട്രോൺ പേഴ്സ്, 3 ബോണ്ട് പേഴ്സ്. അതിലൂടെ ലോൺ പേഴ്സിനെ കൂടി ഒന്ന് റെപ്രസെന്റ് ചെയ്യും. ലോൺ പേഴ്സ്
0 ആയിരിക്കും. ഇവിടെ 0 ഉള്ള കേസസ് ആണെങ്കിൽ ട്രയാഗണൽ പ്ലാനാർ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ വീട്ടിലാണ് 3, 2, 1, അതായത് 2 ബോണ്ട് പെയർസും 1 ലോൺ പെയർ. അപ്പൊ ടോട്ടൽ 3 ഇലക്ട്രോൺ പെയർസ് ആയി, 2 ബോണ്ട് പെയർസും 1 ലോൺ പെയറും വന്നു. അപ്പൊ ഇതാണ് ജോമെട്രി അല്ലെ. ഈ ജോമെട്രിയിൽ നമ്മൾ 1 ലോൺ പെയറിനെ ഇവിടെ കൊണ്ടുപോയി വെക്കും. ലോൺ പെയർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് മിനിമം റിപ്പൽഷൻ. ഈ ഒരു കണ്ടീഷൻ കൊണ്ടുവരണം. ഈ ഒരു കണ്ടീഷൻ ഇവിടെ എവിടെ വെച്ചാലാവും നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതെ, ഇവിടെ വെച്ചാൽ അല്ലെ മാക്സിമം ഡിസ്റ്റൻസിലാണ്, സോ മിനിമം റിപ്പൾഷൻ. സോ ഞാൻ അതൊന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചുതരാം. സോ ലോൺ പെയർ ഇതാ ഇവിടെ വന്നു. ഓക്കെ, സോ ഇതൊരു ബെൻഡ് ഷേപ്പ് അല്ലെ, അല്ലെങ്കിൽ വി ഷേപ്പ് എന്ന് പറയാം. സോ ലോൺ പെയർ വന്നു, ജോമെട്രി എല്ലാം ഷേപ്പ് എന്നാണ് പറയുന്നത്. സോ ദ ബെൻഡ് ഷേപ്പ് when in the AB3 molecule 2 bond pairs and 1 lone pair is coming, then the shape will be bent. So അത്രയേ ഉള്ളൂ. ഇനി AB4 ലേക്ക് പോകാം. AB4 അല്ലെ, നേരത്തെ പറഞ്ഞു 4 ഇലക്ട്രോൺ പെയർസ് ആണെങ്കിൽ 4 ബോണ്ട് പെയർസ് ആണെങ്കിൽ 0 ലോൺ പെയർ ആയിരിക്കും, ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും അല്ലെ. ഞാൻ കേസ് മാറ്റുകയാണ്, കണ്ടീഷൻ മാറ്റുകയാണ്, 3 1 ആക്കി. ടോട്ടൽ 4 ആയി, ഇലക്ട്രോൺ പെയർസ് 4 ആയി അല്ലെ. 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ വരികയാണ് അല്ലെ. അപ്പോ ഈ ഒരു ജോമെട്രിയില് ഒരു ലോൺ പെയർ എവിടെ കൂടുന്ന വെച്ചാലായിരിക്കും മിനിമം റിപ്പൾഷൻ മാക്സിമം ഡിസ്റ്റൻസിൽ മിനിമം റിപ്പൾഷൻ അത് എവിടെ വെച്ചാലായിരിക്കും. യെസ്, ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് ഇതാ ഇവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാൽ, അതായത് ലോൺ പെയറിനെ വെച്ചാൽ നമ്മുടെ റിപ്പൾഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. സോ വാട്ട് ദിസ് ഷേപ്പ് ഇസ് കോൾഡ്? ഇറ്റ്സ് കോൾഡ് ട്രയാഗണൽ ബൈപിരമിഡ്. നമ്മൾ ഈജിപ്തിലൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു പിരമിഡ് സെയിം അല്ലെ, ഒരു പിരമിഡ് ഷേപ്പാണ് ഇത് വരുന്നത്. സോ ട്രയാഗണൽ പിരമിഡ് ഷേപ്പ്. ഓക്കെ, സിമ്പിൾ. AB4 തന്നെ 2 ബോണ്ട് പെയർസും 2 ലോൺ പെയർസും ഒന്നുമില്ല, സിമ്പിൾ വരുമല്ലോ. അപ്പോ ടെട്രാഹെഡ്രൽ ആയിരിക്കും ജോമെട്രി അല്ലെ. സോ ടെട്രാഹെഡ്രൽ ജോമെട്രി ഇതാണ്. ഇതിന് 2 ലോൺ പെയർസിന് വെച്ചാൽ മിനിമം റിപ്പൾഷൻ കിട്ടണം. ആർക്കായിരിക്കും അത്? നിങ്ങളത് ഞാൻ റെപ്രസെന്റേഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 3 കാലാണ്. ഒരിക്കലും ഇത് ഇങ്ങനെയല്ല, 3D റെപ്രസെന്റിനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോ ഒരു ലോൺ പെയർ എവിടെ വരുന്നു, ഒരു ലോൺ പെയർ എവിടെ വരുന്നു. ഓക്കെ, ഇതാണ് 2 ലോൺ പെയർ വരുമ്പോ അവരെ മാക്സിമം ഡിസ്റ്റൻസ് വഴി മിനിമം റിപ്പൾഷൻ ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെ. ഒരു ചാൻസ് അല്ല, ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. സോ വാട്ട് ദിസ് ഷേപ്പ് ഈസ് കോൾഡ്? ഇറ്റ്സ് എ വി ഷേപ്പ് അല്ലെ, സിമ്പിൾ. സോ അതാണ്. അപ്പൊ ഇത്രയും കേസസ് ആണ് നമുക്ക് AB4 പറയാനുള്ളത്. ഇനി അടുത്തത് AB5 ആണ്. AB5 എന്ന് പറയുമ്പോൾ നമുക്ക് PCl5 അങ്ങനത്തെ കേസ്, അങ്ങനത്തെ മോളിക്യൂൾസിലൊക്കെ വേണമെങ്കിൽ പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ AB5 ഞാൻ കൊണ്ടുവരാണ്. ഓക്കെ, ഇലക്ട്രോൺ പെയർസ് 5 ആളാണ്. സോ ബോണ്ട് പെയർസ് 5, ലോൺ പെയർസ് 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ജോമെട്രി വിൽ ബി ട്രയാഗണൽ ബൈപിരമിഡ്. 3 കിറ്റോറിയലും 2 ആക്സിലും വരുന്നു. ഓക്കെ, അതായത് AB5 ആണ്. ഏത് സെന്ററിലാക്കി? ബി ബി ബി. ഓക്കെ, 2 ആക്സിൽ ബോൺസ്. ഇതാണ് ആക്സിൽ, ഇതാണ് ഇക്വിറ്റോറിയൽ അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ജോമെട്രി, AB5ന്റെ ജോമെട്രി വരിക. സോ നമ്മളിവിടെ കണ്ടീഷൻ മാറ്റിയാണ്. 4 1 ടോട്ടൽ 5 ഇലക്ട്രോൺ പെയർസ് ആയി. ഒരു ലോൺ പെയറിനെ കൊണ്ടുവന്നാൽ മാക്സിമം മിനിമം റിപ്പൾഷൻ കിട്ടാൻ വേണ്ടി ഏത് ഡിസ്റ്റൻസ്, ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരും. സോ ഓക്കെ, നമ്മൾ ഇവിടെ വെച്ചു, അതായത് ഇവിടെ വെച്ചു അല്ലെ, മാക്സിമം ഡിസ്റ്റൻസ് ആണ്. റിപ്പൾഷൻ മിനിമം. സോ എന്താണ് ഈ ഒരു ഷേപ്പ്? ഈ ഷേപ്പ് എന്താണ്? ലോൺ പെയർസ് വന്നിട്ടോ, അപ്പൊ ഷേപ്പാണ്. ഷേപ്പ് വിൽ ബി സീസോ. നോക്ക്, നമ്മൾ ചെറുപ്പകാലത്ത് മറ്റേ സീസോ കളിച്ചിട്ടുണ്ടാവില്ലേ, 2 കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അതൊരു സീസോ എന്ന് പറയും, ഒരു സീസോയുടെ ഷേപ്പ് പോലെ. സോ ദിസ് ഷേപ്പ് ഈസ് കോൾഡ് സീസോ. സോ
അടുത്തൊരു കണ്ടീഷൻ ഞാൻ കൊണ്ടാണ് 3, 2 നോട്ട് പേസോ എവിടെ കിട്ടാം. ഇതാണ് TVP അല്ലെ. ഇതില് 2 പേര് എത്ര 2 ലോൺ പേസ്. ഈ 2 ലോൺ പേസിന് മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കണം. അപ്പൊ നമുക്ക് ഇത് ഇവരെ അതായത് 2 ലോൺ പേസ് ഇങ്ങനെ വന്നെന്ന് വിചാരിക്കും. ഇതാണ് മിനിമം റിപ്പൾഷൻ മാക്സിമം ഡിസ്റ്റൻസ്. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവരാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി നമുക്ക് ഇങ്ങനെ ഒരു ഇത്ര 3 പേര് ഇങ്ങനെ നിൽക്കണ്ടേ. സോ അങ്ങനെ ഒന്ന് ചെരിഞ്ഞ ഒരു ടി അല്ലെ. സോ ദിസ് ഷേപ്പ് ഈസ് കോൾഡ് ടി ഷേപ്പ് അല്ലെ. ഓക്കെ. സോ ഇനി അടുത്ത ഒരാളും ഞാൻ ഇവിടെ വരയ്ക്കാം. കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2, 3 ആക്കി. 3 റൗണ്ട് പേസ് കൂട്ടി. അതായത് ഒന്നുമില്ല, ഈ TVP വരയ്ക്കാനുള്ള ആദ്യം 3 റൗണ്ട് പേസിനെ പരമാവധി ഡിസ്റ്റൻസ് മിനിമം റിപ്പൾഷനിൽ മാക്സിമം ഡിസ്റ്റൻസ് നോക്കുക. ഒരാളിവിടെ, ഒരാളിവിടെ അല്ലെ. സോ ഇങ്ങനെ വരികയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ നോക്കുക. ബാക്കി ഇവരാണുള്ളത്. ഇതെന്താണ് ലീനിയർ ഷേപ്പാണ് അല്ലെ. 2 പേരുള്ളൂ. 2 പേര് വന്നു കഴിഞ്ഞാൽ ലീനിയർ. അതിനൊരു സംശയം ഉണ്ടാവില്ല. സോ ദ ഷേപ്പ് വിൽ ബി ലീനിയർ. സോ 5 വരെയുള്ള ജോമെട്രിയാണ് ഞാൻ കൃത്യമായിട്ട് 5 വരെയുള്ള ജോമെട്രി ഷേപ്പാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് 6ലും നമുക്ക് നോക്കാം. ഈ ഫോർമുല തന്നെ സെയിം നമുക്ക് എങ്ങനെ ചെയ്ത് മിനിമം റിപ്പൾഷൻ മാക്സിമം ഡിസ്റ്റൻസ് ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ 6 AB6 ആയാലും AB7 ആയാലും AB8 ആയാലും വരിക. പക്ഷെ ഷേപ്പിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇതേപോലെ സീസോ ടി ഷേപ്പ് നമ്മൾ പറഞ്ഞ പോലെ അതിന് പലതരത്തിലുള്ള ഷേപ്പുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ BSCPR വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ കിട്ടുന്നത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള BF3 അറ്റോമിക് നമ്പർ ഒന്ന് വെച്ചിട്ട് ബോണ്ട് പെയർ നോട്ട് പെയർ ഒക്കെ കണ്ടെത്തുന്ന രീതി ഞാൻ പറഞ്ഞു. ഞാൻ അതൊന്നും ഇനി വിശദീകരിക്കുന്നില്ല. ബോണ്ട് പെയർസ് 3, ലോൺ പെയർസ് 0, ജിയോമെട്രി വിൽ ബി 3 പേരാണ് വരുന്നത്. സോ ട്രയാഗണൽ പ്ലാനർ ഷേപ്പ്, ട്രയാഗണൽ പ്ലാനർ ആണ് അല്ലെ. എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp2. 3 ഇലക്ട്രോൺ പെയർസ് ആണ് വരുന്നത്. sp2 ആയിരിക്കില്ലേ ഹൈബ്രിഡൈസേഷൻ. ഇനി അടുത്തൊരു കേസ് എടുക്കുക, NS3. നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. 3 ബോണ്ട് പെയർസ്, 1 ലോൺ പെയർ. നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വരച്ചു നോക്കാം അല്ലെ. എന്തായിരിക്കും 3 എന്ന് മൊത്തത്തിൽ 3 ഒന്നും വന്നാൽ 4 ഇലക്ട്രോൺ പെയർസ് ആയിരിക്കും അല്ലെ. ഇലക്ട്രോൺ പെയർസ് 4 വരുമ്പോൾ അത് ടെട്രാഹെഡ്രൽ ആണെന്നും 1 ലോൺ പെയർ ഇവിടെ വന്നാൽ അത് ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു അല്ലെ. സോ ട്രയാഗണൽ പിരമിഡൽ ഇൻ ഷേപ്പ്, the hybridization will be sp3. വേറൊരു എക്സാമ്പിൾ എടുക്കാം. PCl5 അറ്റോമിക് നമ്പർ 15 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 5 ബാലൻസ് ഇലക്ട്രോൺസ്, ബാലൻസ് ശരി 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ 5 CLുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. സോ 5 ബോണ്ട് പെയർസ് വരുന്നു, 0 ലോൺ പെയർസ് വരുന്നു. സോ 5ഉം 0 സിമ്പിൾ അല്ലേ. TVP shape, TVP trigonal bipyramid. ഇനി ഹൈബ്രിഡൈസേഷൻ sp3d ആവാം. 1, 3, 4, 5 അല്ലെ. 5 ഇലക്ട്രോൺ പെയർസ് ഉള്ളത് കൊണ്ട് തന്നെ sp3d ആയിരിക്കാം, അല്ലെങ്കിൽ dsp2 ഏത് വേണമെങ്കിലും വരാം. dsp2 dsp3. സോ ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ട്രിക്കി ക്വസ്റ്റ്യൻസുകളുണ്ട് ഇതിൽ തന്നെ. സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ വളരെ നന്നായിട്ട് എനിക്ക് JEE നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇതാണ് BSCPR, ബാലൻസ് ഷെയ്ഡ് ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. എനിക്ക് മറ്റൊന്നിലധികം ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട്. കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.